യുവതി പ്രവേശത്തെ സുപ്രീം കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എതിർക്കും എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, അത് പ്രതീക്ഷിച്ചിരുന്നതാണ് അവസാന നിമിഷം ഒരു നിലപാട് മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം. ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെയാണ്, തീരുമാനം എന്താണ്? ഹാഷ്മി, നിർണായകമായിട്ടുള്ള ദേവസ്വം ബോർഡ് യോഗമാണ് ഇന്ന് ദേവസ്വം ആസ്ഥാനത്ത് ചേർന്നത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നയം, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നയം, അത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ശബരിമല ആചാരം സംരക്ഷിക്കണം എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കണം എന്നുള്ള നിലപാട് എടുത്തത്. യുവതീ പ്രവേശനത്തെ എതിർക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായിട്ടടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയാലോചനകളൊക്കെ നടന്നിരുന്നു. പ്രത്യേകിച്ച് സർക്കാരിന്റെ നയം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡ് തന്നെ നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഘം അടക്കം അത് തിരിച്ചടിയായ ഒരു സാഹചര്യത്തിൽ നിലവിലിപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലടക്കം സൂചനകളായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാൽ, അതല്ലെങ്കിൽ മുൻ നിലപാട് സ്വീകരിച്ചാൽ അത് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളൊരു സൂചന അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ചർച്ചയും ഗുണകരമാകില്ല എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യുവതീ പ്രവേശനത്തെ എതിർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ അക്കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അല്പസമയത്തുള്ളിൽ പക്ഷേ അതിന്റെ ഒരു മറുപടി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദമായ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തെ എതിർത്തായിരിക്കും ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുക. ഇനിയും ഇക്കാര്യത്തിൽ ചില കൂടിയാലോചനകൾ ഉണ്ടാവുകയും ചെയ്യും. ഹാഷ്മി, ഷഫീദ്, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ നിലപാട് അല്ലേ? ഉറപ്പായും ഇക്കാര്യത്തിലൊരു യു ടേൺ നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഈ കഴിഞ്ഞ യുവതീ പ്രവേശനത്തിന് ശേഷമുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള മാറ്റമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യം. പക്ഷേ അതുമാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം വരികയാണ്. ശബരിമല സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച വലിയൊരു തലവേദനയായി മാറുന്ന പല ഘട്ടങ്ങളും ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായി. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നു, അതിനുശേഷമുള്ള അന്വേഷണം വരുന്നു, ആഗോള അയ്യപ്പ സംഘം, അത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു മുഖമിനുക്കലായിരുന്നു. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് പിന്നീട് ഒരു ഓഡിറ്റ് നടത്തേണ്ട സാഹചര്യം, അങ്ങനെ പല കാര്യങ്ങളും ക്രമക്കേട് ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ഈ യുവതീ പ്രവേശനം പക്ഷേ അങ്ങനെ ഒന്നായി മാറില്ല എന്നുള്ള ഉറച്ച തീരുമാനം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ നമുക്ക് ഓർമ്മയുണ്ട് സുപ്രീം കോടതി വിധി, അതിനെ തുടർന്നുള്ള ഇവിടെ നടന്ന വലിയ പ്രതിഷേധങ്ങൾ, നാമജപ ഘോഷയാത്ര, ആ വിഷയത്തിൽ സർക്കാരിന്റെ അഡമന്റായ നിലപാട്, നവോത്ഥാന സമിതി, വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ മറ്റേ എന്തോ ഖലീഫ എന്ന് KT ജലീൽ വിളിച്ച ആ ഹിന്ദു ആ നേതാവ്, അവരുടെ പേരെ മറന്നുപോയി. അങ്ങനെ നേതാവ് ഹിന്ദു, അങ്ങനെ ഇപ്പോൾ നവോത്ഥാന സമിതി, പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും M സ്വരാജിന്റെയും ഒക്കെ വലിയ പ്രസ്താവനകൾ, അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ CPM കിട്ടിയ ശക്തമായ തിരിച്ചടി, അത് കഴിഞ്ഞിട്ട് CPM വീട് കയറി കാര്യങ്ങൾ വിശദീകരിച്ചതൊക്കെ ഒരുപാട് നാളായിട്ടില്ല. അതിനുശേഷം ആ വിഷയത്തിൽ സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ലിയർ യൂട്ടേൺ ആണ്. ശബരിമല യുവതീ പ്രവേശനത്തെ സുപ്രീം കോടതിയിൽ എതിർക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം, സംസ്ഥാന സർക്കാർ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.